Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ മൊഡ്യൂൾ 1ൽ വരുന്ന ടോപ്പിക് തന്നെയാണ് കണ്ടീഷൻസ് ഓഫ് പാരലലിസം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡാറ്റ ഡിപ്പെൻഡൻസ് ആൻഡ് റീസോഴ്സ് ഡിപ്പെൻഡൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പാർട്ട് 2ൽ നമ്മൾ ബേൺസ്റ്റൈൻസ് കണ്ടീഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പാർട്ട് 3 ആണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഹാർഡ്വെയർ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ പാരലലിസം അതുപോലെ ദി റോൾ ഓഫ് കമ്പൈലേഴ്സ്. ഓക്കെ, അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ കണ്ടീഷൻസ് ഓഫ് പാരലലിസം കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡാറ്റ ആൻഡ് റീസോഴ്സ് ഡിപ്പെൻഡൻസ് അതുപോലെ തന്നെ ബേൺസ്റ്റൈൻസ് കണ്ടീഷൻ അത് നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പാരലലിസം, ദി റോൾ ഓഫ് കമ്പൈലേഴ്സ്. ഓക്കെ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പാരലലിസം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് ഹാർഡ്വെയർ പാരലലിസം എന്നാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിന് തന്നെ എന്തായാലും മനസ്സിലാവും എന്താണ് ഹാർഡ്വെയർ പാരലലിസം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളൊരു മെഷീൻ എന്ന് പറയുമ്പോൾ എന്താണ് ഹാർഡ്വെയർ ഉണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലേ. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താ പ്രോഗ്രാംസ് ആണ് നമുക്കറിയാം. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ എന്താ അതായത് പ്രോസസ്സറുകളൊക്കെ എവിടെയാണ് ഹാർഡ്വെയറിലാണ് അല്ലേ വരുന്നത്. അപ്പോൾ ഹാർഡ്വെയർ പാരലലിസം എന്ന് പറഞ്ഞാൽ എന്താ അതായത് എങ്ങനെയാണ് റീസോഴ്സ് യൂട്ടിലൈസേഷൻ ഒക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഹാർഡ്വെയർ പാരലലിസത്തിൽ നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഹാർഡ്വെയർ പാരലലിസം is defined by machine architecture and hardware multiplicity. That is functional parallelism times the processor parallelism. Then hardware parallelism is often a function of cost and performance trade-off. പിന്നെന്താ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് it display the resource utilization pattern of simultaneously executable operations. അതായത് എന്താണ് മൾട്ടി പ്രോസസ്സേഴ്സിൽ എന്താ പറഞ്ഞത് നമ്മൾ നോക്കിയിട്ടുള്ളതാണല്ലോ. അതായത് ഒന്നിലധികം പ്രോസസ്സേഴ്സ് ആണ് ടാസ്ക് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പ്രോസസ്സേഴ്സിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ആണ് ടാസ്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താ ഹാർഡ്വെയർ ആണ് അല്ലേ. അപ്പോൾ സൈമുൾട്ടേനിയസ് ആയിട്ട് പ്രോസസ്സുകൾ അതായത് ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടെയുള്ള റീസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പ്രോസസ്സർ ആണ്. റീസോഴ്സ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള ആ പാറ്റേൺസിനൊക്കെയാണ് എന്ത് പറയുന്നത് ഹാർഡ്വെയർ പാരലലിസത്തിൽ പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൾസോ ഇൻഡിക്കേറ്റ് ദി പീക്ക് പെർഫോമൻസ് ഓഫ് ദി പ്രോസസ്സർ റീസോഴ്സസ്. ഓക്കെ, അതായത് പീക്ക് പെർഫോമൻസ് ഓഫ് ദി പ്രോസസ്സർ റീസോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ. അതായത് ഒരു പ്രോസസ്സറിന് എത്രമാത്രം ടാസ്ക് ചെയ്യാനായിട്ട് പറ്റും അതിന്റെ കപ്പാസിറ്റി. ഓക്കെ, then it can be characterized by the number of instructions that can be issued per machine cycle. If a processor issue k instruction per machine cycle, it is called a k issue processor. Okay. Okay, next നമുക്കിനി നോക്കേണ്ടത് കൺവെൻഷണൽ പ്രോസസ്സേഴ്സ്. എന്താണ് കൺവെൻഷണൽ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് വൺ ഇഷ്യൂ മെഷീൻസ് ആണ്. അപ്പം നേരത്തെ നമ്മൾ കെ ഇഷ്യൂ പ്രോസസ്സ് പറഞ്ഞല്ലോ. അതായത് എത്ര ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഇൻ മെഷീൻ സൈക്കിൾ. ഓക്കെ, അപ്പോൾ ദിസ് പ്രൊവൈഡ് ദി യൂസർ ദി ഇൻഫോർമേഷൻ അബൌട്ട് പീക്ക് അറ്റൈനബിൾ പെർഫോമൻസ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എക്സാമ്പിൾസ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഇന്റൽ i960 CA എന്ന് പറയുന്നത് 3 ഇഷ്യൂ പ്രോസസർ ആണ്. എന്താണ് 3 ഇഷ്യൂ പ്രോസസർ എന്ന് പറഞ്ഞാൽ 1 arithmetic, 1 memory access and 1 branch instruction issued per cycle. ഓക്കെ, അതുപോലെ IBM RISC സിസ്റ്റം 6000 ഇതെന്ന് പറയുന്ന 4 ഇഷ്യൂ പ്രോസസർ ആണ്. അതായത് 1 arithmetic, 1 memory access, 1 floating point and 1 branch operation per cycle. ഓക്കെ, അപ്പോൾ ഒരു മെഷീൻ with n k issue processor should be able to handle maximum of n k threads simultaneously. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് സോഫ്റ്റ്വെയർ പാരലലിസം ആണ്. അപ്പോൾ സോഫ്റ്റ്വെയർ പാരലലിസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ എങ്ങനെയാണ് ഡാറ്റ ഡിപ്പെൻഡൻസ് അതുപോലെ കൺട്രോൾ ആൻഡ് ഡാറ്റ ഡിപ്പെൻഡൻസ് ഓഫ് പ്രോഗ്രാംസ് അതാണ് സോഫ്റ്റ്വെയർ പാരലലിസത്തിൽ വരുന്നത്. സോഫ്റ്റ്വെയർ പാരലലിസം ഈസ് ഡിഫൈൻഡ് ബൈ ദി കൺട്രോൾ ആൻഡ് ഡാറ്റ ഡിപ്പെൻഡൻസ് ഓഫ് എൻ പ്രോഗ്രാം ആൻഡ് ഈസ് റിവീൽഡ് ഇൻ ദി പ്രോഗ്രാംസ് ഫ്ലോ ഗ്രാഫ്. അതായത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ഡിപ്പെൻഡൻസി വിത്തിൻ ദി കോഡ്.
and is a function of algorithm, programming style and compiler optimization. Okay. Okay. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് മിസ്മാച്ച് ബിറ്റ്വീൻ സോഫ്റ്റ്വെയർ പാരലിസം ആൻഡ് ഹാർഡ്വെയർ പാരലിസം. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് സോഫ്റ്റ്വെയർ പാരലിസം ആണ്. അപ്പോൾ എന്താണ് സോഫ്റ്റ്വെയർ പാരലിസം നമ്മൾ പറഞ്ഞല്ലോ, അതായത് പ്രോഗ്രാം കോഡിൽ എന്താണ് കൺട്രോൾ അതുപോലെ തന്നെ ഡാറ്റ ഡിപ്പെൻഡൻസ് വരിക അല്ലേ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാണ്, ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ ആണ് ബൈ ടു ഇഷ്യൂ സൂപ്പർ സ്കെയിലർ പ്രോസസർ. അപ്പോൾ ടു ഇഷ്യൂ എന്ന് പറയുമ്പോൾ അറിയാലോ, കെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അതായത് കെ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് പ്രോസസറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക, അതായത് ഇഷ്യൂ ചെയ്യുക അല്ലേ. ടു ഇഷ്യൂ എന്ന് പറയുമ്പോൾ രണ്ട് ഇൻസ്ട്രക്ഷൻ ആണ് പ്രോസസറിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുക. നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ L1, L2, L3, L4 എന്ന് പറഞ്ഞാൽ എന്താ, ലോഡ് ഓപ്പറേഷൻ ആണ്. പിന്നെ X1, X2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ഓപ്പറേഷൻ ആണ്. പിന്നെ പ്ലസ് അതുപോലെ തന്നെ മൈനസ് എന്താ, അഡീഷൻ അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ എത്ര ഇൻസ്ട്രക്ഷൻ ഉണ്ട് ടോട്ടലായിട്ട്, അതായത് 4 ലോഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ട് അല്ലേ. അതായത് L1, L2, L3, L4 എന്ന് പറയുന്നത് 4 ലോഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതുപോലെ 4 എന്തുണ്ട്, അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഉണ്ട്, 2 മൾട്ടിപ്ലൈയും അതുപോലെ തന്നെ 2 അഡീഷനും, അതായത് ഒരു അഡീഷനും ഒരു സബ്ട്രാക്ഷനും പിന്നെ 2 മൾട്ടിപ്ലൈ ഓപ്പറേഷനും. അപ്പോൾ മൊത്തം എത്രയായി, 4 അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷനായി. അങ്ങനെ ടോട്ടൽ 8 ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ സൈക്കിൾ 1ൽ എന്താ, സൈക്കിൾ 1ൽ ലോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു. സൈക്കിൾ 2ൽ എന്ത് ചെയ്തു, അതായത് ഡാറ്റ ലോഡ് ചെയ്തു, നെക്സ്റ്റ് എന്താ, മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ സൈക്കിൾ 2ൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ ഇവിടെ ഡാറ്റ ലോഡ് ചെയ്ത് ഇവിടെയും എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സൈക്കിൾ 3ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്, അതായത് ഇവിടെ കിട്ടിയ റിസൾട്ടും അതുപോലെ ഇവിടെ നിന്ന് കിട്ടിയ റിസൾട്ടും കൂടെ ആഡ് ചെയ്തു, ദെൻ ഫൈനൽ റിസൾട്ട് കിട്ടി അല്ലേ. അതായത് അഡീഷൻ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്തു, ദെൻ അത് എക്സിക്യൂട്ട് ചെയ്തു, ഫൈനൽ റിസൾട്ട് കിട്ടി. ഇവിടെയോ അതായത് X1ൽ നിന്നും അതുപോലെ തന്നെ X2ൽ നിന്നും, അതായത് 2 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയുള്ള റിസൾട്ട് കാണാണ് അല്ലേ. അത് എന്ത് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, ദെൻ ഈ സബ്ട്രാക്ട് എന്നുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, അതായത് ഫൈനൽ റിസൾട്ട് കിട്ടി, അതായത് എയും ബിയും കിട്ടി. അങ്ങനെ ഇത് പെർഫോം ചെയ്യാനായിട്ട് എന്താണ്, ടോട്ടൽ 3 സൈക്കിളാണ് വേണ്ടി വന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ പാരലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്, അതായത് ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതും വേണ്ടി വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ നിന്നും വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്താ, അഡീഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നുള്ള മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയുള്ള റിസൾട്ടും അതുപോലെ ഇവിടെ നിന്നുള്ള റിസൾട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വന്നു, കൺട്രോൾ ആൻഡ് ഡാറ്റ ഡിപ്പെൻഡൻസ് വന്നല്ലേ. അതായത് ഇവിടെ നിന്നുള്ള ഡാറ്റ, അതായത് റിസൾട്ട് എന്ന് പറയുന്നത് എന്താ, ഡാറ്റ തന്നെയല്ലേ, അതും കിട്ടി, ഇവിടെ ആകുമ്പോൾ ഇവിടെ നിന്നുള്ളതും വേണ്ടി വന്നു. ഓക്കെ. അപ്പോൾ 3 സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇൻസ്ട്രക്ഷൻ അതായത് പ്രോഗ്രാം എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്തുള്ളത്. ഓക്കെ. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതായത് 8 ഇൻസ്ട്രക്ഷൻ ആണ്, 4 ലോഡ് ആൻഡ് 4 അരിത്തമെറ്റിക് ഓപ്പറേഷൻ. അപ്പോൾ അത് 3 സൈക്കിൾ ആയിട്ടാണ് പെർഫോം ചെയ്യണം അല്ലേ. അപ്പോൾ 4 ലോഡ് ഓപ്പറേഷൻ ആണ് പെർഫോംഡ് ഇൻ ദി ഫസ്റ്റ് സൈക്കിൾ അല്ലേ, ഫോളോഡ് ബൈ 2 മൾട്ടിപ്ലൈ ഓപ്പറേഷൻ in the second cycle and 2 add or subtract operation in third cycle. Therefore, parallelism varies from 4 to 2 in 3 cycle. അല്ലേ. ആദ്യം എങ്ങനെയായിരുന്നു, 4 എണ്ണായിരുന്നു, പിന്നെ എന്തായി, 2 എണ്ണായി. അപ്പോൾ ആവറേജ് സോഫ്റ്റ്വെയർ പാരലിസം എന്ന് പറഞ്ഞാൽ എന്താ, 8 ഡിവൈഡ് ബൈ 3, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണ്, 8 ആണ്, ഡിവൈഡ് ബൈ എത്ര ക്ലോക്ക് സൈക്കിൾ എടുത്തിട്ടുണ്ട്, 3 സൈക്കിൾ ആണ് അല്ലേ, ഈക്വൽ ടു 2.67 ഇൻസ്ട്രക്ഷൻസ് പെർ സൈക്കിൾ ഇൻ ദിസ് എക്സാമ്പിൾ പ്രോഗ്രാം. അതാണ് അപ്പോൾ 2.67 എന്ന് പറയുമ്പോൾ അതാണ് 2 ഇഷ്യൂ സൂപ്പർ സ്കാലർ എന്ന് പറഞ്ഞത്. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് ഹാർഡ്വെയർ പാരലിസം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം എക്സാമ്പിൾ തന്നെയാണ്, 2 സ്കെയിലർ അതായത് 2 ഇഷ്യൂ സൂപ്പർ സ്കെയിലർ പ്രോസസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇഷ്യൂ എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് 1 മെമ്മറി ആക്സസ്, അതായത് ലോഡ് ഓർ സ്റ്റോർ, അതുപോലെ തന്നെ 1 അരിത്തമെറ്റിക് ഓപ്പറേഷൻ, അതായത് സൈക്കിളിൽ ഒരു സിംഗിൾ ക്ലോക്ക് സൈക്കിളിൽ എന്താ പറ്റുള്ളൂ, ഒരു അരിത്തമെറ്റിക്, അതായത് അഡീഷൻ ആയിരിക്കാം, സബ്ട്രാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, മൾട്ടിപ്ലൈ ആയിരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്,
സൈക്കിൾ 1ൽ എന്ത് ചെയ്തു? ഒരു ലോഡ് ഓപ്പറേഷനെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോഡ് ചെയ്തു L1. അടുത്ത സൈക്കിൾ 2ൽ എന്താ? L2 ലോഡ് ചെയ്തു. ഇനി അടുത്തത് സൈക്കിൾ 3 ആണ്. അപ്പോൾ സൈക്കിൾ 3ൽ എന്ത് ചെയ്തു? അതായത് L3 എന്ന് പറയുന്നത് എന്താ? മെമ്മറി ആക്സസ് ആണ് അല്ലേ? അതായത് അത് പെർഫോം ചെയ്തു. പിന്നെ X1 എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞെന്താ? അതായത് 1 മെമ്മറി ആക്സസ് അതുപോലെ തന്നെ 1 അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഇൻ 1 ക്ലോക്ക് സൈക്കിൾ. അപ്പോൾ ഈ ഒരു ക്ലോക്ക് സൈക്കിളിൽ ലോഡ് ഓപ്പറേഷനും പെർഫോം ചെയ്യാം, അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ഓപ്പറേഷൻ അതായത് അരിത്തമെറ്റിക് ഓപ്പറേഷനും പെർഫോം ചെയ്യാം. ഒരെണ്ണേ പറ്റുള്ളൂ കേട്ടോ, 2 എണ്ണം പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് പെർഫോം ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ദെൻ അടുത്ത സൈക്കിൾ 4ൽ എന്താ? അടുത്തത് L4 എന്ന് പറയുന്നത് അല്ലേ? അതായത് അടുത്ത ലോഡ് ഓപ്പറേഷൻ. പിന്നെ സൈക്കിൾ 5ൽ എന്ത് ചെയ്തു? അതായത് X2, അതായത് ഇതിനെ ഡാറ്റ ലോഡ് ചെയ്തു, മൾട്ടിപ്ലൈ ഓപ്പറേഷൻ പെർഫോം ചെയ്തു. ഇനി സൈക്കിൾ 6ൽ എന്താ സംഭവിച്ചത്? അതായത് അഡീഷൻ, അതായത് ഇവിടെ നിന്നുള്ളതും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ളതും കൂടെ അഡീഷൻ പെർഫോം ചെയ്തു. ദെൻ ഫൈനൽ എ കിട്ടി, ഫൈനൽ റിസൾട്ട് കിട്ടി. ഇനി അടുത്ത സൈക്കിൾ 7ൽ എന്ത് സംഭവിച്ചു? പിന്നെ എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ ആണ് സംഭവിക്കേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? അതായത് X2ൽ നിന്നും അതുപോലെ തന്നെ X1ൽ നിന്നും, നേരത്തെ എക്സാമ്പിൾ തന്നെ X1 എന്നുള്ള റിസൾട്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? B കിട്ടി, ഫൈനൽ റിസൾട്ട് കിട്ടി. അതായത് ടോട്ടൽ എത്ര സൈക്കിൾ എടുത്തു? 7 സൈക്കിൾ എടുത്തു. അപ്പോൾ സെയിം പ്രോഗ്രാം തന്നെയായിരുന്നു, പക്ഷെ അവിടെ സോഫ്റ്റ്വെയർ പാലസിൽ എന്തായിരുന്നു? സോഫ്റ്റ്വെയർ പാലസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പ്രോഗ്രാമിന്റെ ഉള്ളിലെ കോഡുകൾ തമ്മിൽ എന്തുണ്ടായിരുന്നു? കൺട്രോൾ ആൻഡ് ഡാറ്റ ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അവിടെ എത്ര സൈക്കിൾ എടുത്തുള്ളൂ? 3 ക്ലോക്ക് സൈക്കിൾ എടുത്തുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാലോ സെയിം സംഭവം തന്നെ 7 ക്ലോക്ക് സൈക്കിൾ എടുത്തു. അതാണ് മിസ് മാച്ച് എന്ന് പറഞ്ഞത്. സെയിം പ്രോഗ്രാം തന്നെയല്ലേ, പക്ഷെ ക്ലോക്ക് സൈക്കിളിൽ വന്ന വ്യത്യാസം കണ്ടോ? അതാണ് ഹാർഡ്വെയർ പാരലിസം അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ പാരലിസിൽ വരുന്ന ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് കൺസിഡർ എക്സിക്യൂഷൻ ഓഫ് ദി സെയിം പ്രോഗ്രാം ബൈ എ two issue processor which can execute one memory access and one arithmetic operation simultaneously അല്ലേ? അപ്പോൾ എന്താണ്? ഹാർഡ്വെയർ റെസ്ട്രിക്ഷൻ ഉണ്ടല്ലേ, അതുകൊണ്ട് തന്നെ the program must execute in 7 machine cycle as shown in figure. പിന്നെ എന്താ? അപ്പോൾ അവിടെ പാരലൽസ് എന്ന് പറയുന്ന ആവറേജ് വാല്യൂ എന്തായിരിക്കും? 8/7. അതായത് ടോട്ടൽ എത്ര ഇൻസ്ട്രക്ഷൻ ആയിരുന്നു? 8 ഇൻസ്ട്രക്ഷൻ ആണ്, 7 ക്ലോക്ക് സൈക്കിൾ എടുത്തു. അപ്പോൾ 1.14 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് പെർ സൈക്കിൾ. മുന്നത്തെ സോഫ്റ്റ്വെയർ പാരലിസം എന്താ? നമ്മൾ 3 സൈക്കിളിൽ ആയത്. കാരണം എന്താ? അതായത് പ്രോഗ്രാംസ് ആണ് എഴുതുന്നത് അല്ലേ? അപ്പോൾ ലോഡ് ചെയ്യുക, ഡാറ്റ ലോഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താണ്? അതായത് ഫങ്ഷൻസ് വെച്ചിട്ടാണ് ലോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, 3 സൈക്കിളിൽ മതി. പക്ഷെ ഇവിടെ എന്താ? ഹാർഡ്വെയർ ആണ്. അപ്പോൾ 2 ഇഷ്യൂ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ ഹാർഡ്വെയറിന്റെ കേസിൽ എന്താ? ഒരെണ്ണം വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 7 സൈക്കിൾ എടുക്കേണ്ടി വന്നത്. ഓക്കെ, then this above example demonstrate a mismatch between the software parallelism and the hardware. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ എക്സാമ്പിൾ എന്താ? മിസ്മാച്ച് ആയിരുന്നു. ഇനി നമുക്ക് മാച്ച് ചെയ്യണം, അതായത് ഹാർഡ്വെയർ പാരലിസം സോഫ്റ്റ്വെയർ പാരലിസം ആയിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ഇനി അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡുവൽ പ്രോസസ് സിസ്റ്റം ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഓരോന്ന് പറയുന്നത് എന്തായിരിക്കും? സിംഗിൾ ഇഷ്യൂ പ്രോസസർ ആണ്. അപ്പോൾ നമുക്കപ്പോൾ എക്സാമ്പിൾ നോക്കാം. സെയിം എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ എന്താ? സിംഗിൾ ഇഷ്യൂ പ്രോസസർ ആണ്. അപ്പോൾ സിംഗിൾ ഇഷ്യൂ പ്രോസസർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു മെമ്മറി ആക്സസ് ഒരു ക്ലോക്ക് സൈക്കിളിൽ, അതുപോലെ തന്നെ ഒരു അരിത്മെറ്റിക് ഓപ്പറേഷൻ വേറൊരു ക്ലോക്ക് സൈക്കിളിൽ. മുന്നത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? 2 ഇഷ്യൂ ആയിരുന്നു. അതായത് ഒരു ക്ലോക്ക് സൈക്കിളിൽ തന്നെ മെമ്മറി ആക്സസും ചെയ്യാം അതുപോലെ തന്നെ അരിത്മെറ്റിക് ഓപ്പറേഷനും ചെയ്യാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ ഇഷ്യൂ ആണ്. അപ്പോൾ അതായത് ഒരെണ്ണം മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലോഡ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ലോഡ് ഇൻസ്ട്രക്ഷൻ, അതിൻ്റെ ഒപ്പം അരിത്മെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. അരിത്മെറ്റിക് ഓപ്പറേഷൻ ആണ് ഒരു സൈക്കിളിൽ ചെയ്യുന്നതെങ്കിൽ അത് മാത്രം, അതിന്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ലോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായിട്ടുണ്ടല്ലോ? പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ്, അതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം അത് വേണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ, നമുക്ക് ആ റിപ്പീറ്റ് പറയുന്നത് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പൊ എന്താ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ 1 അല്ലെ സൈക്കിൾ 1 ഇത് രണ്ടും രണ്ട് പ്രോസറാണ്. അപ്പൊ പ്രോസർ നമുക്ക് P1 വിളിക്കാം, പ്രോസർ P2. ഓക്കെ, അപ്പോൾ P1 ഉള്ള പ്രോസറിൽ എന്ത് ചെയ്തു? സൈക്കിൾ 1 ഫസ്റ്റ് എന്താ? ലോഡ് ഓപ്പറേഷൻ അല്ലേ, ലോഡ് ഓപ്പറേഷൻ. പ്രോസർ P2ലും ഇതുപോലെ തന്നെ ലോഡ് ഓപ്പറേഷൻ. സൈക്കിൾ 2ൽ L2 ലോഡ് ചെയ്തു, ലോഡ് ഓപ്പറേഷൻ. സൈക്കിൾ 2ൽ ഇവിടെയും ലോഡ് ഓപ്പറേഷൻ ചെയ്തു. ഇനി അടുത്ത സൈക്കിൾ 3ൽ എന്താ? മൾട്ടിപ്ലൈ ഓപ്പറേഷൻ ആണല്ലേ. അതായത് ലോഡ് ചെയ്ത് ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്തു. ഇവിടെ പ്രോസർ P2ൽ ലോഡ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്തു. ഇനി മുന്നത്തെ എക്സാമ്പിളിൽ പിന്നെ എന്ത് സ്റ്റെപ്പ് ആയിരുന്നു? അതായത് രണ്ടിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ചെയ്തുള്ള റിസൾട്ട് വെച്ചിട്ട് അഡീഷൻ ഓപ്പറേഷൻ അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണമായിരുന്നു അല്ലേ. ഇവിടെ സ്റ്റോർ അതുപോലെ തന്നെ ലോഡ് ഓപ്പറേഷൻസിനെ ആഡ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട്. അതായത് രണ്ട് പ്രോസറുകളാണ് അല്ലേ, രണ്ട് പ്രോസസ്സേഴ്സിന് എന്ത് ചെയ്യേണ്ടി വരും? അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇവിടെ നിന്നുള്ള റിസൾട്ട് എങ്ങോട്ട് കൊടുക്കണം? P1 നിന്നുള്ള റിസൾട്ട് മൾട്ടിപ്ലൈ ചെയ്തുള്ള റിസൾട്ട് P2ലേക്ക് കൊടുക്കണം അല്ലേ. എന്നാലേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ? സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുള്ളൂ. അതുപോലെ P2ൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ആ റിസൾട്ട് P1 എന്നുള്ള പ്രോസസറിലേക്ക് കൊടുത്താലേ ഇവിടെ അഡീഷൻ പെർഫോം ചെയ്യുള്ളൂ അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? S1 S2 എന്ന് പറയുന്ന സ്റ്റോർ ഓപ്പറേഷൻ അതുപോലെ L5 L6 എന്ന് പറയുന്ന ലോഡ് ഓപ്പറേഷൻസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നാലാണ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ സൈക്കിൾ 4ൽ എന്ത് സംഭവിച്ചു? ഈ കിട്ടിയ റിസൾട്ട് ഇവിടെ സ്റ്റോർ ഓപ്പറേഷനിലേക്ക് പോയി. അതായത് S1 ഇവിടെ S2ലേക്ക് പോയി. ഇനി പ്രോസസർ P1ന്റെ കേസ് എടുക്കാം. ഇനി അടുത്ത ഓപ്പറേഷൻ എന്താ? അഡീഷൻ ആണ് അല്ലേ. അപ്പൊ അഡീഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താ? അതായത് S1ൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റോർ ഓപ്പറേഷനിൽ ഈ റിസൾട്ട് ഇവിടെ നിന്നുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അത് ഇങ്ങോട്ടേക്ക് പോയി. ഇനിയുള്ള അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എവിടെന്നാ? അതായത് പ്രോസസർ P2ൽ നിന്നാണ് കിട്ടുന്നത്. ഇവിടെ നിന്നുള്ള വാല്യൂ ആണ് ഇങ്ങോട്ട് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ റിസൾട്ട് എന്താ? അതായത് S2 സ്റ്റോർ ഓപ്പറേഷൻ ഇവിടെ റിസൾട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇവിടേക്ക് എന്ത് ചെയ്തു? ലോഡ് ചെയ്തു, ദെൻ ഓപ്പറേഷൻ പെർഫോം ചെയ്തു, റിസൾട്ട് കിട്ടി. അതുപോലെ ഇവിടെ പ്രോസസർ P2ൽ എന്താ? സബ്ട്രാക്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തു? റിസൾട്ട് ലോഡ് ചെയ്തു. പിന്നെ ഇവിടെ എന്താ? S2ൽ ഓൾറെഡി ഇവിടെ നിന്നുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതും എടുത്തു ഇവിടെ പെർഫോം ചെയ്തു. അങ്ങനെ പ്രോസസർ P1ഉം P2ലും എന്ത് ചെയ്തു? അത് രണ്ടും എക്സിക്യൂട്ട് ചെയ്തു അല്ലേ. അതായത് എയും ബി എന്നുള്ള ഫൈനൽ റിസൾട്ട് ആണ് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര ക്ലോക്ക് സൈക്കിൾ എടുത്തിട്ടുണ്ട്? 6 ക്ലോക്ക് സൈക്കിൾ ആണ് എടുത്തത്. മുന്നത്തെ എക്സാമ്പിൾ എത്ര ഉണ്ടായിരുന്നു? 7 ക്ലോക്ക് സൈക്കിൾ ആണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ 6 പ്രോസസ് സൈക്കിൾസ് ആർ നീഡഡ് ടു എക്സിക്യൂട്ട് ദി 12 ഇൻസ്ട്രക്ഷൻസ് അല്ലേ, ബൈ 2 പ്രോസസ്സേഴ്സ്. S1 and S2 are two inserted store operation. അതുപോലെ L5 L6 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻസേർട്ടഡ് ലോഡ് ഓപ്പറേഷൻസ് ആയിരുന്നു. മുന്നത്തേൽ എന്തായിരുന്നു? 8 ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ടല്ലേ, അതായത് സ്റ്റോർ ഓപ്പറേഷനിലുള്ള S1 S2 അതുപോലെ തന്നെ ലോഡ് ചെയ്യാനുള്ള L5ഉം അതുപോലെ തന്നെ L6ഉം. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണായി? 12 ഇൻസ്ട്രക്ഷൻസ് 6 പ്രോസസ് സൈക്കിളിലാണ് എന്ത് ചെയ്തത്? എക്സിക്യൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ these added instructions are needed for inter-processor communication through the shared memory. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? രണ്ട് പ്രോസസ്സേഴ്സ് ആയതുകൊണ്ട് ഒരു പ്രോസസ്സറിൽ നിന്നുള്ള ഡാറ്റ അങ്ങോട്ട് കൊടുക്കണ്ടേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ. അപ്പം അതിനെന്തായാലും ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണ്ടി വരും? ഇൻസ്ട്രക്ഷൻസ് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ദി റോൾ ഓഫ് കമ്പൈലേഴ്സ് ആണ്. അപ്പോൾ ഒരു സിസ്റ്റം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പ്രോസസ്സർ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഒരു പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ, എത്ര നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അതാണ് ഒരു സിസ്റ്റം പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കുമ്പോൾ തന്നെ എന്താ? അതായത് സോഫ്റ്റ്വെയർ പാരലൽസിനേക്കാളും ഹാർഡ്വെയർ പാരലൽസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലേ. അതുകൊണ്ട് തന്നെ കമ്പൈലേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കമ്പൈലേഴ്സ് യൂസ് ടു എക്സ്പ്ലോയിറ്റ് ഹാർഡ്വെയർ ഫീച്ചേഴ്സ് ടു ഇംപ്രൂവ് പെർഫോമൻസ്.
Interaction between compiler and architecture design is a necessity in modern computer development. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ തന്നെ അതായത് സോഫ്റ്റ്വെയർ പാരലലിസം കൂടിയോണ്ട് എന്താ പെർഫോമൻസ് ഇൻ കൺവെൻഷണൽ സ്കാലർ പ്രോസസ്സിന് യാതൊരു ഇംപ്രൂവ്മെന്റ് സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ ദി ഹാർഡ്വെയർ ആൻഡ് കമ്പൈലർ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്നത് സെയിം ടൈമിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് ഇതാണ് കമ്പൈലേഴ്സ് യൂസ് ചെയ്യുന്നത് ഹാർഡ്വെയർ ഫീച്ചേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ്. എന്തിനാണ്? ടു ഇംപ്രൂവ് പെർഫോമൻസ്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടീഷൻസ് ഓഫ് പാരലലിസം ഇന്ന് കംപ്ലീറ്റ് ആയി. നമുക്ക് 3 പാർട്ടായിട്ട് വേണ്ടി വന്നത് കംപ്ലീറ്റ് ആക്കാനായിട്ട്. വേറെ ഒന്നുമല്ല, പെട്ടെന്ന് നമ്മൾ അവരെ ഓടിച്ചിട്ട് കാര്യമില്ലല്ലോ, മനസ്സിലാക്കി പോകണ്ട. അത് കാരണം കൊണ്ടാണ് 3 പാർട്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി മൊഡ്യൂൾ 1-ൽ നമുക്കിനി 2 ടോപ്പിക് കൂടെ നോക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആവും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, അതായത് ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.